Dear friends, I am your English companion. Today we are discussing an inspiring story, a story of determination of a few people who stood firm for the construction of the world-famous Brooklyn Bridge. എല്ലാവരെയും ആകർഷിക്കുന്ന, എല്ലാവരെയും ആവേശഭരിതരാക്കുന്ന ഒരു സ്റ്റോറി, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന സ്റ്റോറിയാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കഥ. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ജോൺ റൂബ്ലിംഗ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറുടെയും അദ്ദേഹത്തിൻ്റെ മകനായ വാഷിങ്ടൺ റൂബ്ലിൻ്റെ ഭാര്യയായ എമിലിയുടെയും ധീരോദാത്തമായ കഥ. Are you ready to hear the story? Okay, let's begin. Okay, before entering into the story, we shall read the sentences given as the preface to the story. Do you want to know how to be successful in life? എങ്ങനെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്കറിയണോ? It's easy to wish for the stars. നക്ഷത്രങ്ങളെ ആഗ്രഹിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. But it takes more than wishes to be successful. പക്ഷേ വെറുതെ ഒരു ആഗ്രഹം മാത്രം പോരാ, ആഗ്രഹത്തിലുപരി പലതും ഇത് സക്സസ്ഫുൾ ആവാൻ ആവശ്യമാണ്. Many people have had millions around the world to change their lives and become successful. ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, എന്നിട്ടങ്ങനെ സക്സസ്ഫുൾ ആകാൻ വേണ്ടി. Inspiring and easy to read. This article tells you how the dream of constructing the Brooklyn Bridge came to be a reality. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിലെ കഥയാണ് ഈ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വായിക്കാൻ എളുപ്പമുള്ള ഈ കഥ. നമ്മൾ പറഞ്ഞതുപോലെ റൂബ്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. An engineer named John Roebling was inspired by an idea of building a magnificent suspension bridge connecting New York with the Long Island. ജോൺ റൂബ്ലിംഗ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാശയം ഉദിക്കുകയാണ്. ഹി വാസ് ഇൻസ്പയർഡ് ബൈ ആൻ ഐഡിയ. എന്താണ് ആശയം? ബിൽഡിംഗ് എ മാഗ്നിഫിസൻറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ്, എ ഹാങ്ങിങ് ബ്രിഡ്ജ്, ഒരു തൂക്കുപാലം ഉണ്ടാക്കാനാണ്. മാഗ്നിഫിസൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രാൻഡ്, എക്സെപ്ഷണൽ, അതിഗംഭീരമായ, അല്ലെങ്കിൽ പ്രൗഢിയുള്ള എന്നൊക്കെയാണ്. ഇപ്പോൾ വളരെ വലിയ പ്രൗഢമായ ഒരു വലിയ തൂക്കുപാലം പണിയണം. ന്യൂയോർക്കിനെയും ലോങ് ഐലൻഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലം പണിയണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. He had put forward his idea to the bridge building experts throughout the world, but no one was interested even to think about it further and asked John to forget it. അദ്ദേഹം തൻ്റെ ഈ ആശയം തൻ്റെ കൂടെയുള്ള ബിൽഡിംഗ് എക്സ്പേർട്സുമായിട്ട്, ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ടാകുമല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പേർട്ടുകളുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുകയാണ്. ലോകത്തുള്ള എല്ലാ എഞ്ചിനീയേഴ്സുമായിട്ടും ചർച്ച ചെയ്തിട്ടും no one was interested. ആർക്കും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും. ആൻഡ് ആസ്ക് ജോൺ ടു ഫോർഗെറ്റ് ഇറ്റ്. എന്നിട്ട് അവരെല്ലാം ജോണിനോട് പറഞ്ഞത് അക്കാര്യം മറന്നേക്കൂ എന്നാണ്. അക്കോർഡിംഗ് ടു ദം, അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. വളരെ പ്രയാസമേറിയൊരു കാര്യമായിരുന്നു അത്. സംതിങ് വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ് ബിഫോർ. ഇതുവരെ ആരും തന്നെ ശ്രമിക്കാത്ത കാര്യം. ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അവർ പറയുകയാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, അത് പ്രാക്ടിക്കൽ അല്ല എന്ന്. Roebling, however, was determined and could not think of ignoring his dream. പക്ഷേ റൂബ്ലിംഗ് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഹി വാസ് ഡിറ്റർമൈൻഡ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതായിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി? ഹി വാസ് ഡിറ്റർമൈൻഡ്, ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രോങ് വിൽ. നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു റൂബ്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തെ ഇഗ്നോർ ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുക. ഹി തോട്ട് അബൌട്ട് ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. രാപ്പകലില്ലാതെ ഇതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. And wanted to share it with someone who would believe in his idea. He wanted to share his idea with someone. ആരെങ്കിലുമായി തൻ്റെ ആശയം ഒന്ന് ഷെയർ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. Who would believe in his idea. തൻ്റെ ഈ ആശയത്തിൽ വിശ്വാസമുള്ള ആരോടെങ്കിലും പങ്കുവയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ജോൺസ് സൺ വാഷിങ്ടൺ വാസ് എ നേവ് എഞ്ചിനീയർ ദെൻ. ആ സമയത്ത് ജോണിൻ്റെ മകനായ വാഷിങ്ടൺ, അതായത് വാഷിങ്ടൺ റൂബ്ലിംഗ്, ഹി വാസ് എ നേവ് എഞ്ചിനീയർ ദെൻ. നേവ് മീൻസ് ഇൻഎക്സ്പീരിയൻസ്ഡ്, അനുഭവ സമ്പത്തില്ലാത്ത, വെറും തുടക്കക്കാരൻ മാത്രമായിട്ടുള്ള ഒരാളാണ് മകനായിട്ടുള്ള വാഷിങ്ടൺ റൂബ്ലിംഗ്. ഹീ ട്രസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് വിഷൻ. മകൻ അച്ഛൻ്റെ ഈ ഒരു വിഷനെ, ഈ ഒരു കാഴ്ചപ്പാടിനെ വിശ്വസിച്ചു. ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. എന്തായിരുന്നു അച്ഛൻ്റെ ആശയം? ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്, പാലം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ, ജോൺ ആൻഡ് വാഷിങ്ടൺ വർക്കിംഗ് ടുഗെദർ ഫോർ ദ ഫസ്റ്റ് ടൈം, രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ട് ഒരു ജോലിക്ക് ഇറങ്ങുകയാണ്. ഡെവലപ്ഡ് കോൺസെപ്റ്റ്സ് ഓഫ് ഹൗ ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. എങ്ങനെ ഈ പാലം ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് അവർ ആശയങ്ങൾ സ്വരൂപിച്ചു. എ ബിഗ് ചലഞ്ച് ലേ ബിഫോർ ദം. അവരുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പാലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വെല്ലുവിളിയായിരുന്നു. ബട്ട് ദേ വെർ റെഡി ടു ഫേസ് ഇറ്റ് ആസ് ദേ ഹാഡ് എക്സൈറ്റ്മെന്റ് ആൻഡ് ഇൻസ്പിറേഷൻ ഡീപ്പ് ഇൻ ദെയർ ഹാർട്ട്. അവരിങ്ങനത്തെയുള്ള ഏത് ചലഞ്ചിനെയും നേരിടാൻ
ഫേസ് ചെയ്യാൻ അവർ റെഡി ആയിരുന്നു. കാരണം ദേ ഹാഡ് എക്സൈറ്റ്മെന്റ്, അവരുടെ ഉള്ളിൽ ആവേശമുണ്ടായിരുന്നു. ആൻഡ് ഇൻസ്പിറേഷൻ ഡീപ്പ് ഇൻ ദ ഹാർട്ട്, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിനുള്ള പ്രചോദനമുണ്ടായിരുന്നു. ദേ വെർ സെൽഫ് ഇൻസ്പയർഡ് ടു ഡു എനിത്തിങ് ഫോർ കൺസ്ട്രക്ടിങ് ദിസ് ബ്രിഡ്ജ്. ദേ ഹയർഡ് ദ ക്രൂ, അവർ ഒരു ക്രൂവിനെ ഹയർ ചെയ്തു. എന്താ ക്രൂ എന്ന് പറഞ്ഞാൽ ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് വർക്ക്മെൻ, തൊഴിലാളികളുടെ ഒരു ഗ്രൂപ്പ്, കുറച്ച് ജോലിക്കാരെ അവർ വാടകയ്ക്ക് എടുക്കുകയാണ്. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദെയർ ഡ്രീം വിച്ച് ബിഗാൻ ഓൺ ജാനുവരി 3, 1870, 1870 ജനുവരി 3 ആ പാലത്തിൻ്റെ തറക്കല്ലിടുന്നു, അതിൻ്റെ നിർമ്മാണം തുടങ്ങുകയാണ്. ദ പ്രൊജക്ട് സ്റ്റാർട്ടഡ് വെൽ, നന്നായിട്ട് തന്നെ പ്രൊജക്റ്റ് ആരംഭിച്ചു. ബട്ട് ആഫ്റ്റർ എ ഇയർ, ഒരു വർഷം കടന്നുപോയതിനു ശേഷം, എ ട്രാജിക് ആക്സിഡന്റ് അറ്റ് ദ സൈറ്റ് ടുക്ക് ജോൺ റൂബ്ലിങ്സ് ലൈഫ്. ഒരു ആക്സിഡന്റ് നടക്കുകയാണ്, ഒരു ട്രാജിക് ആക്സിഡന്റ്, ദുരന്തപൂർണമായ അപകടം സംഭവിക്കുന്നു. അങ്ങനെ ആ സൈറ്റിൽ വെച്ച് തന്നെ ജോൺ റൂബ്ലിംഗ് കൊല്ലപ്പെടുകയാണ്. Hence, Washington took over and was in charge of the bridge. So, after his father's death, it was John Roebling who took charge of the construction of that bridge. അച്ഛൻ്റെ മരണശേഷം മകൻ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയാണ്. However, after a few months, എന്നിരുന്നാലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം, വാഷിങ്ടൺ ടു സഫേർഡ് എ പാരലൈസിങ് ഇഞ്ചുറി. വാഷിങ്ടണും ഒരു ഭയങ്കരമായ ഇഞ്ചുറി സംഭവിക്കുകയാണ്, പരിക്ക് സംഭവിക്കുകയാണ്. പാരലൈസിങ് മീൻസ് പാരാലിസിസ് എന്നൊക്കെ കേട്ടിട്ടുള്ളത്, തളർവാദത്തിനെ പാരാലിസിസ് എന്നാണ്, പക്ഷാഘാതം. അപ്പോൾ അതുപോലെ അദ്ദേഹത്തെ തളർത്തുന്ന രീതിയിലുള്ള ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണ്. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക്, സംസാരിക്കാനോ നടക്കാനോ സാധിക്കുകയില്ല. വിത്ത് നോ വൺ ടു സൂപ്പർവൈസ് ദ കൺസ്ട്രക്ഷൻ സ്റ്റോപ്ഡ്. സോ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് എ സൂപ്പർവൈസർ, what happened? The construction of the bridge stopped there. അവിടെ ആ കൺസ്ട്രക്ഷൻ നിൽക്കുകയാണ്. Everyone around the world was negative about the future of the project. ലോകത്തുള്ള എല്ലാവർക്കും പിന്നീട് ഈ പാലത്തിനെക്കുറിച്ച്, പാലത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം രണ്ടുപേർ, ഇതിൻ്റെ നേതൃസ്ഥാനത്തുള്ള രണ്ടുപേർ, ആദ്യത്തെ ആൾ മരിച്ചു, രണ്ടാമത്തെ ആൾ ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി. അതുകൊണ്ട് എന്ത് ചെയ്യണം? That it should be taken off, as only the Roeblings knew the plan of construction of the bridge. റൂബ്ലിങ്സിന് മാത്രമേ അവരുടെ കയ്യിൽ മാത്രമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്ലാൻ ഉള്ളത്. അവർക്ക് രണ്ടുപേർക്കും വയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു പണി നിർത്തണം എന്നാണ് അവർക്ക് തോന്നിയത്. These remarks hurt and shocked Washington. അപ്പോൾ ഇങ്ങനെ ഈ പാലം പണി നിർത്തണം എന്നുള്ള ഇങ്ങനത്തെ വാചകങ്ങളെല്ലാം വാഷിങ്ടൺ റൂബ്ലിങ്ങിനെ വല്ലാതെ ബാധിക്കുകയാണ്. അദ്ദേഹത്തെ ഹേർട്ട് ചെയ്യുന്നു, വേദനിപ്പിക്കുന്നു. Who lay still on the hospital bed. അദ്ദേഹം ഇപ്പോഴും ഹോസ്പിറ്റൽ ബെഡിലാണ്. His desire and enthusiasm was still alive. എങ്ങനെയൊക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം, പാലം പണി എന്നുള്ള ആഗ്രഹവും enthusiasm, അത്യാവേശവും തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He wanted to get up and continue his work. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അവിടെ നിന്ന് എണീക്കാനും അദ്ദേഹത്തിൻ്റെ ജോലി തുടരാനും. But his physical condition did not allow him to. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ അദ്ദേഹത്തിന് അതിനെ അനുവദിച്ചില്ല. Washington could move only one finger and this gave him an idea. വാഷിങ്ടണിന് അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ ചലിപ്പിക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. He called his wife Emily and tapped on her arm, indicating her to call back the crew and the engineers. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു? He called his wife, എമിലി തൻ്റെ വൈഫാണ്, അവരെ വിളിക്കുകയാണ്. And tapped on her arm, അവരുടെ ആ കൈവെള്ളയിലൊന്ന് തട്ടി ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുകയാണ്. എന്നിട്ടോ indicating her to call back the crew and the engineers. എഞ്ചിനീയേഴ്സിനെയും വർക്കേഴ്സിനെയും തിരിച്ചു വിളിക്കാൻ വേണ്ടി ഭാര്യയോട് ആവശ്യപ്പെടുകയാണ്, ഒരു ആംഗ്യരൂപത്തിൽ അല്ലെങ്കിൽ വിരലുകൊണ്ട് കൈവെള്ളയിൽ ടാപ്പ് ചെയ്തിട്ട്. This worked well as Emily started understanding Washington's indication by just the tapping of his finger. ഈ കോഡ് ഭാഷ, കൈവെള്ളയിൽ ഇങ്ങനെ വിരലുകൊണ്ട് മാത്രം ടാപ്പ് ചെയ്യുന്നത് ഒരു കോഡ് ഭാഷ പോലെയാണ്. അപ്പോൾ പക്ഷേ ക്രമേണ എമിലിക്ക് ഈ ഭാഷ മനസ്സിലാകാൻ തുടങ്ങുകയാണ്. വാഷിങ്ടൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷീ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാഷിങ്ടൺസ് ഇൻഡിക്കേഷൻസ്. വാഷിങ്ടൺ നൽകുന്ന സൂചനകളെല്ലാം എങ്ങനെയാണ് സൂചന നൽകുന്നത്? ബൈ ജസ്റ്റ് ദ ടാപ്പിംഗ് ഓഫ് ഹിസ് ഫിംഗർ. തൻ്റെ വിരലുകൊണ്ട് പതുക്കെ തട്ടിക്കൊണ്ടുള്ള ഇൻഡിക്കേഷൻസ് മുഴുവൻ എമിലിക്ക് പതുക്കെ മനസ്സിലായി വരികയാണ്. ഷീ കൺവേഡ് ഹിസ് ഇൻസ്ട്രക്ഷൻ ടു ദ എഞ്ചിനീയേഴ്സ്. അങ്ങനെ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഷീ കൺവേഡ്, അറിയിക്കാൻ തുടങ്ങി. എമിലി തൻ്റെ ഭർത്താവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ എഞ്ചിനീയേഴ്സിനെ, അതുപോലെ വർക്കേഴ്സിനെ അറിയിക്കാൻ തുടങ്ങുകയാണ്. ആൻഡ് സൂൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് വാസ് ബാക്ക് അറ്റ് ഫുൾ സ്വിങ്. അങ്ങനെ പൂർവാധികം ശക്തിയോടുകൂടി ആ കൺസ്ട്രക്ഷൻ വീണ്ടും ആരംഭിക്കുകയാണ്. അറ്റ് ഫുൾ സ്വിങ് എന്നുള്ള ഒരു ഫ്രേസ് ശ്രദ്ധിക്കുക. ഇൻ ഫുൾ സ്വിങ് എന്നും പറയാറുണ്ട്. മീൻസ് അറ്റ് ദ ഹെയ്റ്റ് ഓഫ് ആക്ടിവിറ്റി. ഒരു കാര്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നതിനെയാണ്. ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ, അതിൻ്റെ ഏറ്റവും ഹൈറ്റിലെത്തുന്ന സമയത്തിനെയാണ് അറ്റ് ദ ഫുൾ സ്വിങ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട്, ദ പാർട്ടി വാസ് ഇൻ ഫുൾ സ്വിങ് ബൈ ദ ടൈം വി അറൈവ്ഡ്. ഞങ്ങൾ എത്തിയപ്പോൾ പാർട്ടി അതിൻ്റെ ഫുൾ സ്വിങ്ങിലായിരുന്നു, അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു എന്ന്. For the next 11 years, Washington gave instructions by tapping on Emily's arm, and she patiently decoded his messages and relayed them to the crew. അടുത്ത 11 വർഷക്കാലം വാഷിങ്ടൺ ഗാവ് ഇൻസ്ട്രക്ഷൻസ് ബൈ ടാപ്പിംഗ് ഓൺ എമിലീസ് ആം. എമിലിയുടെ കയ്യിൽ തട്ടിക്കൊണ്ടാണ്
വാഷിങ്ടൺ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നത്. എമിലി എന്ത് ചെയ്തു? ഷീ പേഷ്യൻ്റ്ലി, ക്ഷമയോടുകൂടി ഡീകോഡഡ് ഹിസ് മെസ്സേജ്. എന്താണ് ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഇയാൾ കൊടുക്കുന്നത് കോഡ് ഭാഷയാണ്. ആ കോഡ് ഭാഷയെ സാധാരണ ഭാഷയിലാക്കുന്നതിന് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡീകോഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് തൻ്റെ വർക്കേഴ്സിന് എത്തിക്കുകയാണ് ഭാര്യയായിട്ടുള്ള എമിലി. ദ ബ്രിഡ്ജ് വാസ് ഫൈനലി കംപ്ലീറ്റഡ് ആൻഡ് ഓപ്പൺ വിത്ത് എ ബിഗ് സെലിബ്രേഷൻ ഇൻ മെയ് 1883. അങ്ങനെ അവസാനം അത് സംഭവിക്കുകയാണ്. 1883 ന്യൂയോർക്ക് സിറ്റിയെയും മാൻഹാട്ടനെയും ബന്ധിപ്പിക്കുന്ന ആ വലിയ പാലം, ഇന്ന് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അരികിൽ നിലകൊള്ളുന്ന ആ പാലം 1883 യാഥാർത്ഥ്യമായി. ടുഡേ ദ 5,989 ഫീറ്റ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, ഏതാണ്ട് 2 കിലോമീറ്ററോളം. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 3,280 ഫീറ്റാണ് അല്ലേ? ഏകദേശം 1.825 കിലോമീറ്റർ, അതായത് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്ത് നീളമുള്ള ആ തൂക്കുപാലം എന്നാണ് ഉണ്ടാക്കിയതെന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ കഥയല്ല. അന്നത്തെ കാലത്ത് ഏറ്റവും നീളമുള്ളതും ഏറ്റവും ഉയരമുള്ളതുമായിട്ടുള്ള പാലമായിരുന്നു ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നീട് വലിയ പാലങ്ങളൊക്കെ വീണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നത്തെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായ ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ഇന്നും ആ 2 കിലോമീറ്ററോളം നീളത്തിലുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജ് അവിടെ നിലകൊള്ളുന്നുണ്ട്. ഓവർ ദ ഈസ്റ്റ് റിവറിന് മുകളിലൂടെ. ഇന്നതൊരു ശരിക്കുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. ആസ് എ ട്രിബ്യൂട്ട് ടു ദ വിക്ടറി ഓഫ് ജോൺ ആൻഡ് വാഷിങ്ടൺ സ്ട്രോങ് സ്പിരിറ്റ്. എങ്ങനെയാണ് ആ പാലം നിലകൊള്ളുന്നത്? ജോണിന്റെയും വാഷിങ്ടണിന്റെയും ആ ഒരു സ്ട്രോങ് സ്പിരിറ്റിനെ സ്തുതി പാടിക്കൊണ്ട്. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കൃതജ്ഞത അല്ലെങ്കിൽ സ്തുതി എന്നാണ് അർത്ഥം. അവരുടെ സ്പിരിറ്റിന്, അവരുടെ സ്ട്രോങ് സ്പിരിറ്റിന്റെ സൂചകമായി ആ പാലം ഇന്നും അവിടെ നിലകൊള്ളുന്നു. അവരുടെ സ്പിരിറ്റ്, അതുപോലെ തന്നെ വിൽ പവർ, മനഃശക്തി, ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം, ഇതിന്റെ മൂന്നിന്റെയും ഒരു സൂചകമായി ആ പാലം ഇന്നും ഈസ്റ്റ് റിവറിന്റെ മുകളിൽ നിലനിൽക്കുന്നു എന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു ദ എഞ്ചിനീയേഴ്സ് who had faith and trust in a man who was half paralyzed and was considered silly by half of the world. ശരിക്കും പറഞ്ഞാൽ അവരുടെ 3 പേരുടെയും മാത്രം ഒരു വിജയഗാഥയല്ല ഇത്. ഇറ്റ് വാസ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു ദ എഞ്ചിനീയേഴ്സ്, കൂടെയുള്ള എഞ്ചിനീയേഴ്സിൻ്റെയും. ആ എഞ്ചിനീയേഴ്സ് എങ്ങനെയുള്ളവരായിരുന്നു? ഹു ഹാഡ് ഫെയ്ത്ത്, വിശ്വാസമുള്ളവർ, ആൻഡ് ട്രസ്റ്റ് ഇൻ എ മാൻ ഹു വാസ് ഹാഫ് പാരലൈസ്ഡ്, തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ച എഞ്ചിനീയേഴ്സിന് കൊടുക്കുന്ന ട്രിബ്യൂട്ട് കൂടിയായിരുന്നു ഈ പാലം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പകുതി പേരും ഇത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴും അവർ ഈ മനുഷ്യനെ വിശ്വസിക്കുകയാണ്. ദ ബ്രിഡ്ജ് ഓൾസോ റിഫ്ലക്ട്സ് ദ ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് എമിലി ടുവേർഡ്സ് ഹെർ ഹസ്ബൻഡ്. എമിലിക്ക് തൻ്റെ ഹസ്ബൻഡായ വാഷിങ്ടണിനോടുള്ള അഫെക്ഷൻ്റെ കൂടി പ്രതിഫലനമാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് പോർട്രേസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹാവിംഗ് എ വിഷൻ, ബിലീവിംഗ് ഇൻ ഇറ്റ് ആൻഡ് ദെൻ പെർസ്യൂയിങ് ഇറ്റ് വിത്ത് എ നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ്. ഈ കഥ അത് പറയുന്നത്, അല്ലെങ്കിൽ അത് ചിത്രീകരിക്കുന്നത്, എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹാവിംഗ് എ വിഷൻ, ഒരു വിഷൻ ഉണ്ടാകേണ്ടതിൻ്റെ, ഒരു കാഴ്ചപ്പാട്, ഒരു ഐഡിയ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ അതിൽ വിശ്വസിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. അത് വിശ്വസിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? പേഴ്സ്യൂയിങ് ഇറ്റ്, അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം, ആ സ്വപ്നത്തെ പിന്തുടരുകയും വേണം. എങ്ങനെ? വിത്ത് എ നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ്, ഒരിക്കലും മടുപ്പ് തോന്നാത്ത വിധം. അതാണ് നെവർ സേ ഡൈ, ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. ഒരു ഐഡിയ മനസ്സിലുദിച്ചാൽ അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കഥ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നോ മാറ്റർ വാട്ട് ഒബ്സ്റ്റക്കിൾ യു ഫേസ്, നിങ്ങൾ ഏത് തടസ്സം നേരിടുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ഒബ്സ്റ്റക്കിൾ, ബ്ലോക്ക്. ഇഫ് യു ഹാവ് എ ഡ്രീം, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ദെൻ ഗോ ഹെഡ്, മുമ്പോട്ട് പോവുക, ആൻഡ് ഫുൾഫിൽ ഇറ്റ്, അതിനെ യാഥാർത്ഥ്യമാക്കുക. ഹാവ് സ്ട്രെങ്ത് ഓഫ് മൈൻഡ്, മനഃശക്തിയുള്ളവരാകുക. ആൻഡ് ബി ഡിറ്റർമൈൻഡ് ഇൻ ലൈഫ്, ജീവിതത്തിൽ ഉറച്ച തീരുമാനമുള്ളവരാകുക. ദ നെയിംസ് ഓഫ് ജോൺ റൂബ്ലിംഗ്, വാഷിങ്ടൺ റൂബ്ലിംഗ് ആൻഡ് എമിലി വാറൻ റൂബ്ലിംഗ് ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ ബ്രിഡ്ജ് ആസ് ഇറ്റ്സ് ബിൽഡേഴ്സ്. ഇവരുടെ 3 പേരുടെയും പേരുകൾ ഈ പാലത്തിൻ്റെ മുകളിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇവരാണ് ഈ പാലം നിർമ്മിച്ചത് എന്ന്. That is the story of Brooklyn Bridge. I hope you could understand this lesson. Please comment if you have any doubt. Keep watching. Stay safe. Thank you.